ഇത് ഇത് ഇമ്രാൻട്ടാ. ഞാനിപ്പോൾ കാസർഗോഡുള്ളത്. ഇപ്പോൾ നമ്മളൊരു പടത്തിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ കാസർഗോഡ് വന്നതാണ്. ചീമേനി ഇതേ സ്ഥലത്തിന്റെ പേര് ചെറുവത്തൂര് പിള്ളേ. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഇവിടെ താമസിക്കുന്ന അക്കോമഡേഷൻ സെറ്റ് ചെയ്യാൻ ഒരു ഹോട്ടലുണ്ട്. നമ്മുടെ അതിന്റെ പേരെന്താ? അതല്ല, നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് എല്ലാവരും റെസിഡൻസി. അപ്പൊ അവിടെ ഞങ്ങളിപ്പോ ഉള്ളത്. അപ്പൊ ഈ റെസിഡൻസിയുടെ വിശേഷം വേറെ കുറച്ച് പറയാനുണ്ട്. ഇങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? മീൻ കച്ചവടം ചെയ്തിട്ടുണ്ട്, തേപ്പൂണി ചെയ്തിട്ടുണ്ട്, ലോഡിങ് ചെയ്തിട്ടുണ്ട്, ഷോപ്പിൽ നിന്നിട്ടുണ്ട്, കുക്കിങ്ങിന് നിന്നിട്ടുണ്ട്, ചായ അടിക്കാൻ നിന്നിട്ടുണ്ട്, ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, ജ്യൂസ് അടിക്കാൻ നിന്നിട്ടുണ്ട്. ഇതാണ് ഇമ്രാൻ. ഞാൻ ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഇവിടെ റിസപ്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ചിരിയായിട്ട് അവിടെ ഫ്രണ്ടിലുണ്ടാവും. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്ത് ആവശ്യത്തിനും ഇമ്രാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഷോപ്പിൻ്റെ ഇവിടുത്തെ മറ്റൊരു എന്താ പറയുക, ഇതിൻ്റെ അമരക്കാരെന്ന് പറയാ, നമ്മുടെ അസ്ലമൊക്കെയാണ് പറഞ്ഞത്. ഇവനൊരു കുറേ സ്റ്റോറീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കണമെന്ന്. അപ്പോഴാണ് അറിഞ്ഞത് വീട്ടിലെല്ലാ കാര്യവും നോക്കുന്നത് ഇവനാണ്. ഈ ഒറ്റ ഒരുത്തനാണ്. വീട്ടിലെ ഗൃഹനാഥനാണ് ഈ ഇരിക്കുന്നത്. നമ്മുടെ അവിടെ പിള്ളേരൊക്കെ പാടത്തും പറമ്പിലൊക്കെ കളിച്ച് മൊബൈലിന് വേണ്ടിയിട്ടൊക്കെ ഇടിയൊക്കെ ഉണ്ടാക്കി കിടക്കുമ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത് ഒരുപാട് പേരുണ്ട്. ഈ പ്രായത്തിൽ കഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിയ ഒരാളാണ് ഇരിക്കുന്നത്. എന്തായാലും വീട്ടിലാരൊക്കെ ഉണ്ട്? ഉപ്പ. ഇവരെല്ലാം നോക്കുന്നത് നീയല്ലേ? ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്. എന്തായാലും ഞാനിത് പറയാൻ കാരണം അടിപൊളി പയ്യൻ. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ഇരിക്കുന്നത്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചു. ഇവന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. തൊപ്പിനെ കാണണം, വിക്കിത്തക്കിനെ കാണണം. ഇവരൊക്കെ തൊപ്പിനെ കാണാൻ വേണ്ടി എറണാകുളത്തേക്ക് ഇവിടുന്ന് വന്നിട്ട് ഒരു ദിവസം അവിടെ ഫുൾ അലഞ്ഞല്ലേ, കാണാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മുടെ പടത്തിൽ തൊപ്പിയുണ്ട്. വിക്കിത്തക്ക് ഇവന്റെ തോളത്തെ കേട്ടിട്ട് നടക്കണായിരുന്നു ഇവിടെ. തൊപ്പി നാളെ ഇവിടെ നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിലാണ് തൊപ്പി താമസിക്കുന്നത്. എല്ലാവരും ഇവന്റെ മുമ്പിലെത്തി. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ അടുത്ത് എത്തും. ഓക്കെ, ഇനി എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? എന്താ ഇപ്പൊ ഇവന് ഫാമിലി സെറ്റ് ആവണം, വീട് എടുക്കണം, ഇതൊക്കെയാണ് ആഗ്രഹം. 19 വയസ്സുള്ളൂ കേട്ടോ. ഹാർബറിൽ മീൻ ചുമക്കാൻ പോലെടാ. മീൻ ചുമക്കാൻ പോയിട്ട് അവിടെ നിന്നൊരു ബക്കറ്റ് മീനും പൈസയും കൊടുക്കും. എന്നിട്ട് ആ ബക്കറ്റ് അവിടെ കൊട്ടിയിട്ട് അത് അവിടെ വെച്ച് വിൽക്കും അല്ലേ. എന്നിട്ട് ആ പൈസയും നമുക്ക് ടിപ്പ് പോലെ കിട്ടും. ഇതൊക്കെ ചെയ്ത് ഇപ്പൊ രാത്രി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും മിടുക്കൻ പയ്യൻ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെറിയൊരു കാര്യത്തിനൊക്കെ വീട്ടിൽ വാശി പിടിച്ച് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒച്ചയുണ്ടാക്കുന്ന പിള്ളേരെല്ലാം കേൾക്കാൻ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് ഉയരങ്ങളിലെത്തും. ഈ ഫേസ് ഒന്ന് നോക്കി വെച്ചോ. ഇതാണ് നമ്മുടെ ഇമ്രാൻ. ഓക്കെ.